ആപ്കി അദാലത്തിൽ കിരൺ റിജിജുവിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, കുറച്ചു കാലമായി താങ്കളുടെ വർത്തമാനങ്ങളെല്ലാം ജുഡീഷ്യറിയിൽ വലിയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ വലിയ ജഡ്ജിമാരും വലിയ വലിയ ലോയേഴ്സും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആരാണ് ഇയാൾ? ബുൾ ഇൻ ദി ചൈന ഷോപ്പ് എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കടയിൽ ഒരു കാള വന്നിരിക്കുന്നു എന്നർത്ഥം. അതെന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരം തന്നിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം സർക്കാരിനും ജുഡീഷ്യറിക്കും നടുവിൽ ഒരു ബ്രിഡ്ജായിട്ടാണ് ലോ മിനിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. ഇത് ചില ആൾക്കാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് തെറ്റായ ന്യൂസ് കൊണ്ട് ഇത് പോർട്രേറ്റ് ചെയ്തതാണ്. ചില ആൾക്കാർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, ആദ്യം ഉണ്ടായിരുന്ന ലോ മിനിസ്റ്റേഴ്സ് എല്ലാവരും റാം ജെഠ്മലാനി, അരുൺ ജെയ്റ്റ്ലി, രവിശങ്കർ പ്രസാദ്, കപിൽ സിബൽ, അശോക് സെൻ, ഇവരെല്ലാം വലിയ വലിയ പ്രാക്ടീസിംഗ് ലോയേഴ്സ് ആയിരുന്നു. നിങ്ങൾ അംബേദ്കറുടെ പേര് മറന്നുപോയി. അതെ അതെ, അംബേദ്കറും. ഈ എല്ലാ ലോ മിനിസ്റ്റേഴ്സും പ്രാക്ടീസിംഗ് ലോയേഴ്സ് ആയിരുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്യും, ലോയേഴ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവര് പറയുന്നത് താങ്കൾക്കൊന്നും അറിയില്ല, എന്തിന് കുതിരപ്പുറത്ത് കയറാൻ അറിയാത്ത ഒരു വ്യക്തിയെ പോലെയാണ് താങ്കൾ. ഇതുവരെ നമ്മുടെ നാട്ടിലെ ലോ മിനിസ്റ്റേഴ്സ് എല്ലാവരും, അത് നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുപാട് അറിവുള്ളവരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇവർക്ക് ലോയെപ്പറ്റി അധികം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഇന്ന് ലോ മിനിസ്റ്ററായിട്ട് ഇരുന്നു കൊണ്ട് ലോയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് ഇഷ്ടപ്പെടുകയില്ല. ഇവർ പറയുന്നത് പോലെയല്ല, ജഡ്ജസിലെ 90% ആൾക്കാർ എന്നെപ്പറ്റി ചിന്തിക്കുകയില്ല. എനിക്കത് അറിയാം. 1-2 പേര് എനിക്കെതിരായിരിക്കും. പക്ഷേ ചില ലോയേഴ്സ്, വേറെ ഐഡിയോളജി ഉള്ളവർ, വേറെ പൊളിറ്റിക്സിലുള്ളവർ, അവിടൊക്കെ വലിയ ലോയേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ലോ മിനിസ്റ്റർ ആയതുകൊണ്ട് അവര് എന്താ പറയുന്നതെന്ന് വെച്ചാ, ഗ്രാമത്തിൽ നിന്നും വന്ന വ്യക്തിയാണ്, അവിടെയാണെങ്കിൽ കറണ്ടോ വെള്ളമോ ഇല്ല, ഒരു ട്രൈബൽ സ്ഥലത്തു നിന്നും വന്ന വ്യക്തി ഞങ്ങൾക്ക് നിയമം പഠിപ്പിച്ചു തരികയാണോ എന്ന്. അത് സത്യമാണ്. ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ ഒന്നുമില്ല. മോദിജി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അവിടെ ഏകദേശം 80% ഞങ്ങൾക്ക് ഒരു ഗതിയില്ലായിരുന്നു. അത്യാവശ്യമായ വാട്ടർ സിസ്റ്റം അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടുന്നാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അവരെന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത്. അത് അവർ അംഗീകരിക്കുന്നില്ല. അവരെന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ, ഒരുപാട് വർഷങ്ങളായിട്ട്, 50 വർഷമായിട്ട് 80 വർഷമായിട്ട് ലോ പഠിച്ച ശേഷം അവർ അവിടുത്തെ കോടതികളിൽ വർക്ക് ചെയ്യുന്നു. പുതുതായിട്ട് ഒരാൾ ദൂരത്തു നിന്ന് വന്നിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. ഇത് അവരുടെ ലക്ഷ്യത്തിന്റെ പ്രോബ്ലമാണ്. അതുകൊണ്ട് ചില ആൾക്കാർ 2-3 സീനിയർ MP, അതുപോലെ കോൺഗ്രസിന്റെ ഫോർമർ മിനിസ്റ്റർ, ഇവരൊക്കെ പറഞ്ഞതാണ്, ഇയാള് പുതിയതായിട്ട് വന്ന ആളാണ്, അതുകൊണ്ട് ഇയാൾക്കൊന്നും അറിയില്ലെന്ന്. ഓക്കെ, ഞാൻ പുതിയ ആളാണ്, പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കണമല്ലോ. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ പാർലമെന്റിൽ ജുഡീഷ്യറിയെ ഇത്രത്തോളം അറ്റാക്ക് ചെയ്ത ഒരു ലോ മിനിസ്റ്റർ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എങ്കിൽ അത് അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് ജുഡീഷ്യറിയെ നമ്മളൊക്കെ ബഹുമാനിച്ചേ മതിയാകൂ. ഇന്ത്യയുടെ ജനാധിപത്യം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നീതിന്യായ സിസ്റ്റം, ജുഡീഷ്യൽ സ്ട്രക്ചർ വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജുഡീഷ്യൽ സിസ്റ്റത്തെയോ അതിന്റെ വ്യവസ്ഥകളെയോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും പിന്നെ ലെജിസ്ലേച്ചറും നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇടയിലൊരു ലക്ഷ്മണരേഖ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മുഖേന നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ നമ്മുടെ രാജ്യത്തിനത് നല്ലതാണ്. പക്ഷേ താങ്കൾ വലിയൊരു ലക്ഷ്മണരേഖയാണ് വരച്ചിരിക്കുന്നത്. എന്റെ പക്കൽ 7-8 ദിവസത്തെ ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ട്. പല ന്യൂസ് പേപ്പേഴ്സാണ്. അതിന്റെ ഹെഡ്ലൈൻ ഞാനൊന്ന് വായിക്കാം. സുപ്രീം കോടതി ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, കിരൺ റിജിജു. ചിലർ ഭരണഘടനയേക്കാൾ ഉയർന്നവരാണെന്ന് കരുതുന്നു, കിരൺ റിജിജു. കിരൺ റിജിജു ജഡ്ജിമാരെ ടാർഗറ്റ് ചെയ്യുന്നു. ജഡ്ജിമാർ ഇലക്ഷനിൽ നിൽക്കാറില്ല, കിരൺ റിജിജു. കിരൺ റിജിജു എന്താ പറയുന്നതെന്ന് വെച്ചാൽ, IBN റോ റിപ്പോർട്ടെല്ലാം റിജക്ട് ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന്. കിരൺ റിജിജു സുപ്രീം കോടതിയെ റോങ് എന്ന് വിളിച്ചിരിക്കുന്നു.
ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ട് പോയെങ്കിൽ വൈകുന്നേരം ആവും, അത്രയ്ക്ക് ഹെഡ്ലൈനാണ് ഉള്ളത്. പക്ഷെ താങ്കളൊന്നും പറയുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതെന്താണെന്ന് വെച്ചാൽ രജിത് സാർ, ആ, മോദിജിയുടെ ഉത്തരവാദിത്വത്തിൽ ഗവൺമെന്റ് 8.5 വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ, ഈ 8.5 വർഷത്തിൽ നമ്മുടെ ഗവൺമെന്റ് ജുഡീഷ്യറിയുടെ അധികാരത്തെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിയാക്ഷൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ, അതായത് സുപ്രീം കോർട്ടില് ബെഞ്ചില് ഫയൽ വെച്ച് ഇരിക്കുന്ന ആൾക്കാർ, അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞാൽ മതിയാകൂ. ഞാനിവിടെ ഫയൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുകയൊന്നുമല്ല. എൻ്റെ രീതിയിൽ ഞാൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. കോർട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു ലോ അതല്ലെങ്കിൽ- മിനിസ്റ്ററും സുപ്രീം കോടതിക്ക് മറുപടി ഒന്നും കൊടുക്കാറില്ല. പക്ഷേ താങ്കൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. അല്ലല്ല, ആദ്യമൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. പാർലമെന്റിലെ ഡിസ്കഷനിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനും പാർലമെന്റിൽ സംസാരിച്ചിരുന്നു, അതായത് പാർലമെന്റ് ഓഫ് മെമ്പേഴ്സ്. ലോക്സഭയിലും രാജ്യസഭയിലും ജുഡീഷ്യറിയെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ജുഡീഷ്യറിക്ക് ഒരു കുറവും സംഭവിക്കാതെ ലാംഗ്വേജ് യൂസ് ചെയ്താൽ അത് നന്നായിരിക്കും. അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ചില കാര്യങ്ങൾ അത് കോർട്ട് മുഖേനയോ അല്ലെങ്കിൽ കോർട്ടിലെ ജഡ്ജി മുഖേനയോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗവൺമെന്റിന് അനുകൂലമല്ല എങ്കിൽ അപ്പോ ഞാൻ അതിന് ലളിതമായൊരു വഴിയിൽ ഞാൻ അതിന് മറുപടി പറയാറുണ്ട്. അത് വ്യക്തമാക്കി കൊടുക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം ന്യൂസ് പേപ്പറിലൊക്കെ വന്നത്. ഞാനൊരിക്കലും തെറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. ഞാൻ എൻ്റെ ലളിതമായ വഴിയെന്ന് താങ്കൾ പറഞ്ഞു. അതിനൊരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. സുപ്രീം കോടതിയുടെ കൊളീജിയം സൗരവ് കൃപാലിനെ സുപ്രീം കോടതിയുടെ ജഡ്ജി ആക്കണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ താങ്കൾ ഐബിൻ റോയിൽ കുടുക്കിയിരിക്കുന്നു. അതായത് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് പ്രോസസ് അത് വളരെയധികം സെൻസിറ്റീവായ പ്രോസസ്സാണ്. അതുമാത്രമല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോസസ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്, എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത്, അത് വളരെയധികം ആലോചിച്ചാണ് എടുക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ഒരു പോളിസി ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കാറില്ല. പക്ഷേ ഇതവര് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നല്ലോ. പക്ഷെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൗരവ് കൃപാലിനെ എന്തുകൊണ്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ അദ്ദേഹം സെയിം സെക്സിന്റെ സപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബോയ് ഫ്രണ്ട്, അതായത് അദ്ദേഹത്തിനൊപ്പമുള്ള പാർട്ണർ ഒരു സിസ് സിറ്റിസൺ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെന്ന്. ഈ കാര്യങ്ങളൊക്കെ സുപ്രീം കോർട്ട് കൊളീജിയം പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എവിടെയാണോ പറയേണ്ടത്, ഏത് ഫോറമിലാണ് പറയേണ്ടത്, ആസ് എ ലോ മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ആൾക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് വെച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആപ്കെ അദാലത്തിൽ വന്നിരിക്കുന്നു, അതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ താങ്കൾ പറഞ്ഞിരിക്കുന്നല്ലോ, ജഡ്ജിമാരെല്ലാം IB റോ റിപ്പോർട്ട് ഇത് പബ്ലിക് ആക്കാൻ പാടില്ലെന്ന്. പക്ഷെ അവര് പറയുന്നത് ഇത് ട്രാൻസ്പെറന്റ് ആണ്, എന്തുകൊണ്ട് പബ്ലിക് ആക്കാൻ പാടില്ലെന്ന്. ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ചില കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാടിൻ്റെ നന്മയ്ക്കുള്ള ചില കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയാൻ പാടില്ല. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഏതൊക്കെ കാര്യങ്ങൾ പറയണം, ഏതൊക്കെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓർക്കണം. ഇന്ന് ആപ്കെ അദാലത്തില് ജനങ്ങൾ വന്നിട്ടുണ്ട്, സന്ദർഭമുണ്ട്, എവിഡൻസും ഉണ്ട്. ഇപ്പൊ താങ്കൾ പറയൂ. ഇല്ല, ഇപ്പോൾ ഈ ആപ്കെ അദാലത്തിൽ വന്നിരിക്കുന്ന ജനങ്ങളൊക്കെ, നിങ്ങളോടൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. അതെന്തിനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പറയാൻ പാടില്ല എങ്കിൽ പറയാൻ പാടില്ലെന്ന് തന്നെ അവർ പറയും. അവർ തന്നെ വേണ്ടെന്ന് പറയും. പക്ഷെ ജഡ്ജിമാരെന്താ കരുതുന്നെന്ന് വെച്ചാ, ഗവൺമെന്റ് സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നതിൽ ഇന്റർഫിയർ ആകുന്നു എന്ന്, ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ജഡ്ജി ആക്കുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ സുതാര്യമാണ്. ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ 93 വരെ ഗവൺമെന്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിലും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ
കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നു നോക്ക്. ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ആരാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അതിനുശേഷം റൂൾസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് 93ക്ക് ശേഷം. അതിനുശേഷം സുപ്രീം കോർട്ട് തങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുത്തു. കൊളീജിയം ഉണ്ടാക്കി ഹൈക്കോടതി ജഡ്ജസിന് വേണ്ടിയിട്ട്. സുപ്രീം കോടതിക്ക് വേണ്ടി 3 മെമ്പേഴ്സ്, ഹൈക്കോടതിയിലേക്ക് 2 മെമ്പേഴ്സിനെ അയക്കാൻ വേണ്ടിയിട്ട് അവിടെ 3 കൊളീജിയം. 93ലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. 98ൽ അത് എക്സിക്യൂട്ട് ചെയ്തു. കോർട്ട് ഓർഡർ കൊണ്ട് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും മാറി. അത് പൂർണ്ണമായിട്ടും മാറി. ഇപ്പോ ഇതില് ഞാനെന്ത് പറയാനാണ്? ഇതില് ആരാണോ തീരുമാനമെടുത്തത് അത് ഈ നാട്ടിലെ ജനങ്ങൾ. അല്ല, പ്രോബ്ലം എപ്പോഴാ വരുന്നതെന്ന് വെച്ചാൽ ജഡ്ജിമാരെല്ലാം ഇലക്ഷനിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ അവർക്കും അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറയുമ്പോൾ. അതെ, ഇലക്ഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. ജഡ്ജസൊക്കെ ഇലക്ഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. മത്സരിക്കാതെയാണ് അവർ ജഡ്ജസ് ആകുന്നത്. ചില ആൾക്കാർ പറയുന്നത് അവർക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവണം. കാരണം ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഒരാൾക്കും ചോദ്യം ചെയ്യപ്പെടാതെ നേതാവാകാൻ കഴിയില്ല. രജസ് സാർ, ഞാൻ നിങ്ങളുടെ വ്യക്തമായിട്ട് പറയുകയാണ്, ജനാധിപത്യത്തിൽ അധികാരി എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. അത് എല്ലാവരും ഫോളോ ചെയ്യണം. അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. ജഡ്ജസിനിടയിൽ ഇലക്ഷൻ നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ജഡ്ജസ്ക്ക് ഒരു കാര്യം ഓർക്കണം, ജനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലപോലെ ജോലി ചെയ്യണം. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനോടൊപ്പം താങ്കൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാ ജഡ്ജിമാരെല്ലാം ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ലോ മിനിസ്റ്റർ ആകുന്നതിന് മുൻപ് തന്നെ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മന്ത്രി ആകുന്നതിന് മുൻപ് ഓപ്പോസിഷൻ MP ആയിരുന്നപ്പോൾ അപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. സുപ്രീം കോർട്ട് പല പാർലമെന്ററി പവേഴ്സും അവരുടെ കയ്യിലേക്ക് എടുത്തു. ഇത് ഞാൻ പുതിയതായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല, പല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണിപ്പോൾ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു എന്ന്. കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാനും പറ്റില്ല. അതാണ് ഞാൻ താങ്കളോട് നേരത്തെ തന്നെ പറഞ്ഞത്. നമ്മുടെ മോഡിജി ഈ 8.5 വർഷം കൊണ്ട് ജുഡീഷ്യറിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജഡ്ജസിന്റെ ഫെസിലിറ്റി കൂട്ടിയിട്ടുണ്ട്. കോർട്ട് റൂം ഉണ്ടാക്കാനായും ലോയേഴ്സിന്റെ റൂം ഉണ്ടാക്കാനായിട്ടും ആദ്യമൊക്കെ 2000-3000 വളരെ പാടുപെട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അടുത്ത 4.5 വർഷത്തേക്ക് ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് 9,000 കോടി. ഇവിടെയുള്ള കോടതികളിലൊക്കെ പ്രത്യേകം ഫെസിലിറ്റി സെന്റർ ഉണ്ടാക്കാനായിട്ട് ഇത്രയും കാശ് റിലീസ് ചെയ്യുകയും ചെയ്തു. ഈ മോദിജിയുടെ സർക്കാർ ജുഡീഷ്യറിക്ക് വേണ്ടിയിട്ട് ചെയ്ത പകുതി കാര്യങ്ങൾ പോലും മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് ചെയ്തിട്ടേ ഇല്ല. മാത്രമല്ല, ഞാൻ ജുഡീഷ്യറിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് അവരെന്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായി എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും. കാരണം രജി സാർ, താങ്കൾക്കിത് മനസ്സിലായി കാണും. കമ്മിറ്റഡ് ജുഡീഷ്യറിയുടെ ആർഗ്യുമെന്റ് ഇത് ആദ്യമായിട്ട് ഈ നാട്ടില് ഇന്ദിരാഗാന്ധിജിയുടെ സമയത്താണ് വന്നത്. ആ സമയത്ത് ജഡ്ജസിന്റെ സീനിയോറിറ്റിയും സൂപ്പർ സെഷൻ ചെയ്ത് ജൂനിയർ ജഡ്ജസിനെ സീനിയർ ജഡ്ജാക്കി മാറ്റുമായിരുന്നു. എമർജൻസി കൊണ്ടുവന്നു. ആ സമയത്ത് ജുഡീഷ്യറിയെ കൺട്രോളിൽ കൊണ്ടുവന്നു. ആ ആൾക്കാരാണ് ഇപ്പോൾ ജുഡീഷ്യറിയെ ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. ശരി, നിങ്ങളൊരു എക്സാമ്പിൾ കാണിക്കൂ. എപ്പോഴാണ് ഞങ്ങളുടെ സർക്കാർ ജുഡീഷ്യറിയുടെ വാക്ക് അനുസരിക്കാത്തത്? അല്ലെങ്കിൽ ഞങ്ങൾ ജുഡീഷ്യറിയെ ഏതെങ്കിലും രീതിയിൽ വില കുറച്ച് കാണാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉദാഹരണം പറയാം. ഉണ്ടെങ്കിൽ പറയൂ. കിരൺ റിജിജു ലോ മിനിസ്റ്ററാണ്. താങ്കൾ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ജഡ്ജിമാർ ആലോചിച്ച് സംസാരിക്കണമെന്ന്. ജഡ്ജിമാരെല്ലാം ജഡ്ജ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന്. ഇത് ഓൾഡ് വിസ്ഡമാണ് സാർ. ജഡ്ജ് സ്പീക്ക് ത്രൂ ഹിസ് ജഡ്ജ്മെന്റ്. അല്ലെങ്കിൽ കോർട്ടിന്റെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ മേൽക്കോടതി അത് റിവ്യൂവിന് മുമ്പ് ഇത് തന്നെയാണ് അന്തിമം. കോർട്ടിന്റെ ഡിസിഷനാണ് ഫൈനൽ. അതുകൊണ്ട് കോർട്ടില് ജഡ്ജ്മെന്റ് കൊടുക്കുന്നത് ജഡ്ജസ് ആണ്. അവർ ജഡ്ജ്മെന്റ് എഴുതാതെ വേറെന്തെങ്കിലും അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല. അത് ആസ് എ ലോ മിനിസ്റ്റർ ഞാനത് പറഞ്ഞാൽ മതിയാകൂ. താങ്കൾ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജിമാർ ബെയിൽ അപ്ലിക്കേഷൻ കേൾക്കാൻ പാടില്ല, വെറുതെ സമയം കളയുകയാണെന്ന്. അല്ല, സുപ്രീം കോടതി ബെയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി നമ്മുടെ നാട്ടിലെ പരമോന്നത നീതിപീഠമാണ്. അവിടെ എപ്പോഴും വലിയ കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റർ, വലിയ കാര്യങ്ങൾ അതൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ലിബർട്ടി ഇഷ്യൂ അല്ലെങ്കിൽ തൂക്കിലേറ്റുന്ന കേസായിരിക്കാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ ബെയിലൊക്കെ ചോദിക്കാം. പിന്നെ ഈ 420 കേസസ്, അതിന് എന്തെങ്കിലും ബെയിൽ വേണമെങ്കിൽ അതിന് സുപ്രീം കോടതി പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോടതിയുടെ സമയമാണ് വേസ്റ്റ് ആകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ ഒരിക്കലും സുപ്രീം കോടതി ബെയിൽ പെറ്റീഷൻ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വലിയ വലിയ ലോയേഴ്സ് എല്ലാം താങ്കൾക്ക് നിയമമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലെന്ന് പറയുന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബെയിൽ നോട്ട് ജയിൽ ഇസ് ദി റൂളല്ല, ഇത് എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ ആദ്യം ബെയിൽ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകണം. ഇതാണ് പ്രിൻസിപ്പിൾ. ഇത് ലീഗൽ വിസ്ഡമിന്റെ ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു റൂളുമില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ എന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ വണ്ടിയും കരണ്ടും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തു നിന്നും വന്നൊരു വ്യക്തി ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന്. അല്ല, ജഡ്ജസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ അത് കോൺഗ്രസ്, അതുപോലെ വലിയ വലിയ പൊളിറ്റിക്കൽ പാർട്ടി, അവരൊക്കെ പാർലമെന്റ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു, കോർട്ടും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് പൊക്കിക്കൊണ്ടുവരുന്നു. കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവായ ജയറാം രമേശ്, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ കിരൺ റിജിജു ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു പോയിസൺ പിൽ ഫോർ ജുഡീഷ്യറി, അതായത് താങ്കൾ ജുഡീഷ്യറിക്ക് ഒരു വിഷഗുളികയാണെന്ന്. അത് രജത് സാർ, ഓപ്പൺ ക്യാമറയിൽ രജത് സാർ ഒന്നും തന്നെ പറയില്ല. നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ജഡ്ജസിനോട് സംസാരിച്ച് നോക്കൂ. എൻ്റെ ജോലി ചെയ്യുന്ന രീതികളോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജഡ്ജസിനോടൊന്ന് ചോദിച്ചു നോക്ക്. എല്ലാ ജഡ്ജസും ഒരേ കാര്യം തന്നെ പറയുകയുള്ളൂ. ഞാൻ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരെ എതിരായിട്ട് മീറ്റ് ചെയ്യണം. എങ്ങനെ മീറ്റ് ചെയ്യണം? എനിക്ക് അർഗൻസിയോ അതുപോലെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമില്ല. അപ്പോൾ കോൺഗ്രസ് അവർ തന്നെ അവരുടെ ഭാവനയിൽ നിന്ന് പറയുന്നതാണ്. ഇത് പറയുന്നത് ജഡ്ജല്ല, ഇത് പറയുന്ന ജുഡീഷ്യറി അല്ല, ഇത് പറയുന്നത് കോൺഗ്രസ് ആണ്. താങ്കൾക്ക് മറ്റൊരു സുഹൃത്തുമുണ്ട്, അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ BJP എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. CBI, ED. ഇപ്പോൾ ജുഡീഷ്യറിയിലും കോടതിയുടെ മുകളിലും ആവശ്യമില്ലാത്ത നിയന്ത്രണം കൊണ്ടുവരാൻ നോക്കുന്നു. ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ സംസാരമൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് കരുതി പറയുന്നതാണ്. മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ആ കേജ്രിവാൾ തന്നെയാണ് CM ആകുന്നതിന് മുമ്പേ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതും. അദ്ദേഹം ഒരു വിധത്തിലുള്ള അനാർക്കിസ്റ്റാണ്, ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തലയും വാലില്ലാത്ത സംസാരമൊക്കെ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ CM ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുമുണ്ട്. ഇതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പരസ്പരം കാണുമ്പോൾ നല്ലപോലെ സംസാരിക്കുന്ന ആൾ പുറത്തു നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊക്കെ എന്തിനാണ് പറയുന്നത്? അതോടൊപ്പം രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ നോക്കുന്നു, അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ജുഡീഷ്യറി താങ്കൾക്ക് ഫേവറായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് എഴുതി കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സൊക്കെ എന്താണ് പറയുന്നത് അതാണ് അദ്ദേഹം വേദിയിൽ പറയുന്നത്. ഒരുപക്ഷെ അതല്ല പറയുന്നെങ്കിൽ അദ്ദേഹം പെട്ടുപോകും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിന് 24 മണിക്കൂർ സമയം തികയുന്നില്ല. അതുകൊണ്ട് ആൾക്കാരെന്തൊക്കെയോ പറയുന്നു, ഞാനും ബഹുമാനിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ ലീഡറുമാണ്, അതിനുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന സംസാരമെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BJPക്ക് ഒരു പ്രശ്നവുമല്ല, നമ്മുടെ നാടിനാണ് നഷ്ടം അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുന്നത് കൊണ്ട്. അടുത്തതായി കപിൽ സിബൽ, അദ്ദേഹം ലോ മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ കിരൺ റിജിജുവിന് സുപ്രീം കോടതി എന്താണെന്ന് അറിയത്തില്ല, നിയമം എന്താണെന്ന് അറിയില്ല, ലോയേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല, പക്ഷേ ലോ മിനിസ്റ്റർ ആയെന്ന്. കപിൽ സിബൽ സീനിയറാണ്. അദ്ദേഹം 4 മാസത്തിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്നാണ്. സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആള് എന്റെ മേലിൽ കുറ്റം ആരോപിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് ആരാണോ കൂടുതൽ കാശ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും, അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് വ്യൂസ് ഒന്നും ഇല്ല. ഞാൻ മറ്റു വക്കീലന്മാരെ കുറ്റം പറയുകയൊന്നുമല്ല, ഞാൻ സിബിൽ സാറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതായത് ഞാൻ വന്നത് ഗ്രാമത്തിൽ നിന്നായിരിക്കാം, പക്ഷേ എനിക്കും ആലോചിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. മോഡിജി എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ടല്ലേ ആ തീരുമാനം എടുക്കുകയുള്ളൂ.
പക്ഷേ ഈ വലിയ വലിയ ലോയേഴ്സ് എന്താണെന്ന് കരുതുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോയേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. സുപ്രീം കോടതിയിലും റീജിയണൽ ലാംഗ്വേജ് വേണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നു. രജിത് സാർ, ഇത് തെറ്റായിട്ട് എടുക്കരുത്. കാരണം ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണ്. ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കുന്ന ആൾ ആരാണോ അവർ കോർട്ട് ഫീസ് വളരെയധികം കൂടുതലായിരിക്കും. അയാൾക്ക് 20, 30, 40 ലക്ഷം വരെയൊക്കെ കിട്ടും. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആൾക്ക് വളരെയധികം കുറച്ചുള്ള കാശേ കിട്ടുള്ളൂ. നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിയേണ്ടത്? അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ഇത് ഉറപ്പായിട്ടും ഉണ്ട്. റീജിയണൽ ഭാഷയിൽ, അതായത് നമ്മുടെ സ്വന്തം ഭാഷയിൽ, ഹിന്ദിയില്, തമിഴില്, തെലുങ്കില്, ബംഗാളില്, മറാഠി, പഞ്ചാബി, അങ്ങനെ ഏതൊക്കെ ഭാഷകളുണ്ടോ അതിൽ നമുക്ക് വാദിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്താ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ? അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി 2015 പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ ഭാഷകളിൽ ഇന്ത്യൻ കോർട്ടിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ജസ്റ്റിസ് ബോബ്ഡെ സാർ, ഇന്ത്യയുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്നോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരു വൊക്കാബുലറി ഉണ്ടാക്കുകയും ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുകയും ഇന്ത്യൻ ലാംഗ്വേജുകളിൽ മെയിൻ പോയിന്റുകളില്ലെങ്കിൽ കോമൺ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു, സെർച്ച് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നെ സുപ്രീം കോടതിയും ഈ കാര്യം അംഗീകരിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഉള്ള ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സാറ് എന്നോട് സംസാരിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ പഴയ ജഡ്ജ്മെന്റുകളെല്ലാം പ്രത്യേകം ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിക്കിന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോവിഡ് ടൈമിലും നിങ്ങൾക്കറിയാം കോടതിയിൽ പോയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ടെക്നോളജി, ഓൺലൈൻ പ്രോസസ്, വീഡിയോ കോൺഫറൻസിന് വേണ്ടിയിട്ട് മോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം അതോടെ യാഥാർത്ഥ്യമായി. അത് മുഖേനയാണ് നമ്മുടെ കോർട്ടെല്ലാം സ്ട്രോങ് ആയി മാറി. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് ടൈമിലും നമ്മുടെ ഇന്ത്യൻ കോടതിയൊക്കെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതായത് വലിയ വലിയ ലോയേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കിരൺ റിജിജു പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പണമൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങളുടെ വയറ്റിൽ എന്തിനു അടിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നാട് എങ്ങനെയാണ് വളരുന്നത്, നാടിന് പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, അത് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ജോലി കൂടുതലാകുന്നു, അതോടൊപ്പം കേസസും അധികമാകുന്നു, അതോടൊപ്പം പല കാര്യങ്ങളും ജുഡീഷ്യൽ റിവ്യൂസിന് വരുന്നു. അതുകൊണ്ട് ഒരുപാട് ലോയേഴ്സിനും അവസരം കിട്ടുന്നു. സോ ലോയേഴ്സിന് ഒരുപാട് ജോലികൾ കിട്ടുന്നു. അതാണ് എന്റെ സ്വപ്നം. എല്ലാ ജോലികളും ഒരു പ്രത്യേകം വക്കീലന്മാർക്ക് പോകുന്നതിനോട് എതിരാണ് ഞാൻ, ഉറപ്പായും എതിരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള സീനിയർ ലോയേഴ്സ് അവരവരുടെ കേസ് ജൂനിയേഴ്സിനും ഷെയർ ചെയ്യണം. കോവിഡ് ടൈമിൽ ചില ജഡ്ജിമാര് 1 കോടി 2 കോടിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട്. ജഡ്ജി അല്ല, ലോയർ അല്ലേ? അതെ, ലോയർ. ഞാൻ ജഡ്ജിനെ പറ്റി അല്ല പറഞ്ഞേ, ജഡ്ജിമാരെ കുറിച്ച് പറയാനേ പാടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലോയർ അത്രേ സമ്പാദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഒരു ദിവസം 10 രൂപ പോലും ലഭിക്കില്ല. അത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോ കോടതിയിൽ പുതിയ ചെറിയ വക്കീലന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും അവസരം ലഭിക്കണം. ഇന്ത്യൻ ലാംഗ്വേജിലെ വാദങ്ങളൊക്കെ കോടതി നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവസരം ലഭിക്കും. ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. സർ, ഇതുവരെ എന്ത് റീസൺ ഉണ്ടായിട്ട് ഇത്രയും കേസ് പെൻഡിങ്ങിലായത്? സർ, ഇതുപോലെ കേസ് പെൻഡിങ് വരാതിരിക്കാൻ ഫ്യൂച്ചറിൽ എന്ത് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം തീർപ്പാക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോ നമ്മുടെ കോടതികളിൽ ഏകദേശം 4,90,000 കേസുകളോളം പെൻഡിംഗ് ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല സ്റ്റെപ്പുകളും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എല്ലാറ്റിനുമുപരി ഇപ്പോൾ നല്ല ടെക്നോളജിയും വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇത്രയും കേസുകൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുണ്ട്, പോലീസുണ്ട്. ലോയേഴ്സിനും ടൈം വേണം, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ കേസ് കൂടി വരും, ഹിയറിംഗ് ഉണ്ടാകും, അത് ഡിസ്പോസ് ആകുകയും ചെയ്യും. പ്രോസസ്സിംഗ് വലുതാണ്. മറ്റൊരു രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. ചില കേസൊക്കെ കോടതി പോകുന്നതിന് മുമ്പായിട്ട് മീഡിയേഷൻ വഴിയും നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് മെക്കാനിസവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓർബിറ്റേഷൻ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ ചില കേസുകളുണ്ട്. അത് ഫാമിലി മാറ്റർ ആണെങ്കിലും കമ്മ്യൂണിറ്റി വഴി മീഡിയേഷൻ ചെയ്ത് ഞങ്ങളത് പരിഹരിക്കാറുണ്ട്. കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള പല മാർഗങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോടതിയിലെ ഒരുപാട് കോടതികളുണ്ട്. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ലോയർ ജുഡീഷ്യറി ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി തരുന്ന സപ്പോർട്ട് കൊണ്ട് കോടതിയൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെയുള്ള പെൻഡിങ്സ് എല്ലാം
ഞങ്ങൾ ഉറപ്പായിട്ടും കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ജഡ്ജ് ഒരു ദിവസം കൊണ്ട് 100 കേസുകളൊക്കെ നോക്കുകയാണെങ്കിൽ 200 പുതിയ കേസുകൾ വരും. കേസ് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. പുതിയ കേസിലുള്ള രജിസ്ട്രേഷൻ ഡബിൾ സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേസൊക്കെ പെൻഡിംഗ് ആണ്. ഡിസ്പോസൽ റേറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതും മതിയാവില്ല. ഇനിയും കഠിനമായി പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഡേറ്റ് അർജന്റ് ആവുന്ന സമയങ്ങളിലാണ്. കേസ് തള്ളി വെക്കുമ്പോൾ അവർ ശരിക്കും ടെൻഷൻ ആവുന്നു. ഈ കേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പിന്നെ ഞങ്ങൾ വലിയ ലെവലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ, ഡേറ്റ് പെട്ടെന്ന് തന്നെ കൊടുക്കണം, ഹിയറിംഗ് പെട്ടെന്ന് തന്നെ തീർക്കണം. അതുകൊണ്ട് ആരും ചുമ്മാതിരിക്കാൻ പാടില്ല. ചില സമയങ്ങളിലൊക്കെ വക്കീലന്മാർ നമ്മളുടെ സമയം ചോദിക്കാറുണ്ട്. അടുത്ത പ്രാവശ്യത്തേക്ക് ഹിയറിംഗിന് സമയം തരാൻ പറയും. ഞാൻ അവരെയൊക്കെ ലക്ഷ്യമാക്കി പറയുകയല്ല, പക്ഷേ ചില സമയങ്ങളിൽ മെറ്റീരിയൽ സപ്പോർട്ട് കിട്ടുകയില്ല. ചില സമയത്ത് ഇൻവെസ്റ്റിഗേറ്ററൊക്കെ പറയാറുണ്ട് അവർക്ക് ചാർജ് ഷീറ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില സമയത്ത് വിറ്റ്നസ് ഒന്നും വരാറില്ല. വിറ്റ്നസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ വിറ്റ്നസ് ഇല്ലെങ്കിൽ കേസ് വീണ്ടും പോസ്റ്റ്പോണ്ട് ആകുകയുള്ളൂ, മറ്റൊരു ഡേറ്റിലേക്ക് മാറും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരേ ഇടത്തിൽ ബന്ധിച്ചാൽ മാത്രമേ ഇതിനുള്ള സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഇവിടെ ഒരു വിഷയം സോൾവ് ചെയ്യുന്നു, അവിടെയുള്ളൊരു കാര്യം വിട്ടുകളയുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ പെട്ടുപോകും. മറ്റൊരു കാര്യവും താങ്കൾ ജഡ്ജിമാരോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ധാരാളം ലീവ് എടുക്കുന്നു. ലീവ് ലീവ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. കോടതികളിൽ ലീവ് എടുക്കുന്നു, അതുപോലെ വെക്കേഷന് പോകുന്നു. ഇത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. രജത് സാർ, ഞാൻ താങ്കളോട് വ്യക്തമായി പറയാണ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ്. ജുഡീഷ്യറി കോർട്ടിലെ ജഡ്ജസൊക്കെ പലപ്പോഴും ലീവൊക്കെ എടുക്കാറുണ്ട്. വെക്കേഷന് പോകുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ MP എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, അത് ജഡ്ജസ് എന്തിനാണ് ഇത്തരം ലീവൊക്കെ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊരു പ്രോസസ്സുണ്ട്, ചില സിസ്റ്റംസ് ഉണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എനിക്ക് താങ്കളോട് പറയാനുണ്ട്. അതായത് ഒരു ജഡ്ജി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്ത്യയിലെ ഒരു ജഡ്ജ് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു ജഡ്ജും ഇത്രത്തോളം കഷ്ടപ്പെടാറില്ല. മറ്റ് രാജ്യങ്ങളിൽ ഇപ്പൊ അമേരിക്ക നോക്കുകയാണെങ്കിൽ ഒരു ജഡ്ജ് ഒരു ദിവസം ഒരു കേസ് മാത്രമേ നോക്കുള്ളൂ. ഇന്ത്യയിൽ ഒരു ജഡ്ജ് 100 കേസുകളാണ് നോക്കുന്നത്. മിനിമം 50-60 കേസുകളൊക്കെ ഉണ്ടാകും. അതായത് ഞങ്ങൾ ഈ ജഡ്ജസിന് മേളിൽ ഒരുപാട് പ്രഷറൊക്കെ ഉണ്ട്. ലീവൊക്കെ ഉറപ്പായിട്ടും വേണം, കാരണം അവർക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടല്ലോ. 24 മണിക്കൂറും ജോലി നോക്കിയിട്ട് അവർ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അവരും കൊളാപ്സായി മാറിപ്പോവും. മനുഷ്യരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഞാൻ എത്ര